ഹായ് ഹായ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഓണത്തിൻ്റെ ഒരു വ്ളോഗാണിത്. ഓണപ്പൂക്കളം ഇടുന്ന തൊട്ടുള്ള ക്ലിപ്സ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടിട്ട് വരൂ. നമ്മൾ 200 രൂപയ്ക്ക് ഒരു സെറ്റായിട്ട് കുറച്ച് പൂക്കളം വാങ്ങി. അതിൽ ബന്ദിപ്പൂ ഉണ്ടായിരുന്നു, ഓറഞ്ച് പൂ ഉണ്ടായിരുന്നു, റെഡ് റോസ് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു 200 റുപ്പീസിൻ്റെ ഒരു പാക്കറ്റാണ് വാങ്ങിച്ചത്. അപ്പോൾ ഞങ്ങൾ തലേദിവസം രാത്രി ഇരുന്ന് തന്നെ അത് ഒരുക്കുമായിരുന്നു. ഞാനും ചേച്ചിയും കൂടെയാണ് ഒരുക്കിയത്. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പം ഇന്ന് നമ്മുടെ ഓണത്തിൻ്റെ ഫസ്റ്റ് പരിപാടിയായിട്ടുള്ള ഓണപ്പൂക്കളിടാൻ പോവാണ് ഞാൻ. ഇപ്പോൾ സമയം 6 മണിയായിട്ടുണ്ട് രാവിലെ. പെട്ടൊന്നുമില്ല പുറത്ത്. ഞാൻ പൂവിടാൻ പോവാണ്. പൂവൊക്കെ നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചുകൊണ്ട് ഇടാൻ നല്ല എളുപ്പമായിരുന്നു. ഞാൻ തന്നെയാണ് ഇട്ടത്. രാവിലെ എണീറ്റ് ഇടൽ നല്ല രസമായിരുന്നു. എന്തായാലും എനിക്ക് പെട്ടെന്ന് ഇടാൻ പറ്റി. സിമ്പിളൊരു ഡിസൈനായിരുന്നു. അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ഡിസൈനൊന്നും വെച്ചില്ല നമ്മൾ. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട്. ഒരു ചെറിയ പൂക്കളാണ് ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ട് പൂക്കളത്തിൻ്റെ പരിപാടിയെല്ലാം തീർത്ത് ഞാൻ നേരെ പോയത് കിച്ചണിലേക്കാണ്. കിച്ചണിലാണെങ്കിൽ അമ്മ കുറേ പച്ചക്കറിയൊക്കെ അരിയാൻ പറഞ്ഞായിരുന്നു. എങ്കിലും ഞാൻ അരിയാൻ കൂടിയൊന്നുമില്ല. അമ്മയാണ് എല്ലാം കുക്ക് ചെയ്തത്. എല്ലാ കറികളും തന്നെ ഉണ്ടാക്കിയത് അമ്മ. ഗൈസ്, നമ്മുടെ ഓണസദ്യക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് അമ്മേനെ ശല്യപ്പെടുത്താൻ ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് പോയി. അപ്പോഴത്തേക്കും അവിയലൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു കൂട്ടുകറി എന്തോ അടുപ്പത്തിട്ട് വിസിലടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ 2 കൂട്ടം കറികൾ ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഒന്ന് ബീട്രൂട്ട് പച്ചടിയും പിന്നെ പൈനാപ്പിൾ കിച്ചടിയും. ഇത് രണ്ടും ഞാനാണ് ഉണ്ടാക്കുന്നത്. ബാക്കി എല്ലാ കറികളും അമ്മയാണ് ഉണ്ടാക്കുന്നത്. ഓൾറെഡി സാമ്പാർ ഉണ്ടാക്കി, അവിയൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി അതിൻ്റെ വിശേഷങ്ങൾ വഴിയേ കാണാം. ഇനി കുറച്ച് ഞാൻ കുക്ക് ചെയ്യുന്ന വീഡിയോസ് ക്ലിപ്സ് ഞാൻ ആഡ് ചെയ്യാം. ഞാൻ ആക്ച്വലി കടുക് പൊട്ടിക്കുന്ന ഒരു വീഡിയോ ആണിത്. മറ്റേ പച്ചടിക്ക് വേണ്ടി കടുക് താളിക്കാനായിട്ട് എണ്ണയൊക്കെ ഒഴിച്ച് കടുക് വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നമ്മളിപ്പോൾ തേങ്ങ വറുത്തുകൊണ്ടിരിക്കുകയാണ്. ഗൈസ്, നമ്മുടെ പൈനാപ്പിൾ പച്ചടി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ചേന പച്ചടിക്കുള്ള സാധനമുണ്ട്. വെണ്ടയ്ക്ക കിച്ചടിയല്ലേ? ബീട്രൂട്ട് പച്ചടി, മത്തങ്ങ എരിശ്ശേരി, അവിയൽ, സാമ്പാർ, വെണ്ടയ്ക്ക കിച്ചടി, പൈനാപ്പിൾ കിച്ചടി, കൂട്ടുകറി, അച്ചാറ്, മൂരികാളൻ, ക്യാബേജ് തോരൻ, ചക്കരവരട്ടി, കാവറുത്തത്, ഇഞ്ചിമ്പുളി. അപ്പോൾ ഞാൻ ഓണത്തിന് വേണ്ടി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഇനി ഫേസും കമ്മലും മാലയൊക്കെ ഇടണം. അപ്പം അതൊക്കെ ഇട്ടിട്ട് കാണാം. ഗൈസ്, നമ്മളിപ്പോൾ ഓണത്തിന് വേണ്ടി റെഡി ആയിരിക്കുവാണ്. ഇന്നുണ്ട്, റോസ്മി ഉണ്ട്, ബാക്കി ആരും റെഡി ആയിട്ടൊന്നുമില്ല. ഇവിടെ ഗൈസ്, നമ്മുടെ സദ്യക്കുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്താടി നീ വീഡിയോ എടുക്കണേ? ഗായ്സ്, ഇനി നമ്മൾ ഓണസദ്യ ഉണ്ടാൻ പോവാണ്. ഇതാണ് നമ്മുടെ ഓണസദ്യ ടേബിൾ. ഉപ്പിട്ടു.
അമ്മച്ചിയുടെ ഇല കാലിയല്ല, എന്റെ ഇലയൊന്നും ഇതാണ് റോസ്മിയുടെ ഇല. ഫുള്ളാക്കിയതാ ടൈം പൊടി 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 നമ്മൾ സദ്യയൊക്കെ കഴിച്ച് വയറൊക്കെ ഫില്ലായി. ഇനി നമുക്ക് കുറച്ച് ഫോട്ടോഷൂട്ട് സെക്ഷനാണ്. നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. പപ്പയും അമ്മയും അമ്മച്ചിയൊന്നും ഡ്രസ്സ് ചെയ്തില്ല, പക്ഷെ നമ്മളെ പിള്ളേര് റെഡിയായി. അപ്പം ഇനി അതിന്റെ ഫോട്ടോസ് ഞാൻ ഈ വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യാം. ഫോട്ടോഷൂട്ടിന് വേണ്ടി ഇവിടെ കിടക്കുന്ന ഇന്നു, ഇവിടെ ചാടിത്തുള്ളുന്ന റോസ്മി, ഇതിലൊന്നും പെടാത്ത ഞാൻ.